ഹലോ കൂട്ടുകാരെ, ദാസ് ഓൺ റോഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് വർഷമായി നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ട്. കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ റീൽസാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ അഭ്യർത്ഥന പ്രമാണിച്ച് ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. ഇനി കുറേ ദിവസം നമുക്ക് ദുബായിലുള്ള വ്ളോഗൊക്കെ നമുക്ക് കാണാം. ഇപ്പം ഞാനുള്ളത് ദുബായിലെ അൽ ഖുബൈബ, അതായത് ബർദുബായ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ്. എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയൊരു സംഭവം ഇതാണ്. ഈ കാണുന്നത് ഈ 4 ലൈൻ. ഇതിൽ നമ്മുടെ ബസ് സർവീസ് ഉണ്ട്, മെട്രോ ഉണ്ട്, ടാക്സി ഉണ്ട്, പിന്നെ കനാൽ സർവീസ്. ഇതിനെല്ലാം ഈ കളർ നോക്കി തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അതിൽ ഫുള്ളും ആരോ മാർക്ക് കൊടുത്ത് നമ്മൾ എവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ആരോ മാർക്ക് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതോടുകൂടി സൈഡിൽ തന്നെ വേണ്ട ഇലക്ട്രിക് സൈക്കിളിൻ്റെ സെപ്പറേറ്റ് ട്രാക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നടന്നു പോകാൻ വേണ്ടി ഒരു വാക്ക് വേ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉള്ളവർക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇടത് സൈഡ് ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നേരത്തെ ദുബായ് ഭരണാധികാരികൾ ഇവിടെ താമസിച്ച ഒരു വീടാണ്. ഇപ്പോഴത്തെ മ്യൂസിയമാണ് കേട്ടോ. നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. താമസിക്കാതെ നമുക്കൊരു ദിവസം ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ഒരുപാട് പ്രാവശ്യം ഇവിടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത്. കാര്യം എന്താണെന്നല്ലേ, ഇവിടെ നിന്ന് ഷാർജയ്ക്കും പിന്നെ ദുബായ് കനാലിലോട്ടും ഡെയിലി AC ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അതായത് എക്കണോമിക്കും പിന്നെ ഗോൾഡൻ ക്ലാസ്സും, അങ്ങനെ 2 കാറ്റഗറി ഉണ്ട്. അതിന് തുച്ഛമായിട്ടുള്ള റേറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു എക്കണോമിക്ക് 15, ഗോൾഡന് 25. ഒരു ദിവസം എന്താ വെച്ചാൽ നമ്മൾ ആ ബോട്ടിൽ പോകുന്ന വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബോട്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ട് ഒരു ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു ലുക്ക് കണ്ട. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് എന്താണ് ഇത് ലോഞ്ചായത്. വിളിച്ചാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കുക. ഈ കാണുന്നില്ല ഇവർ ടെൻ്റ് പോലെ ഇത് അടിച്ചിരിക്കുന്നുണ്ട്. ഇത് വെയിൽ അടിക്കാതെയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ താഴത്തെ ചെയർ ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ. പിന്നെ പബ്ലിക് ഫ്രീ വൈഫൈ ഉണ്ട് കേട്ടോ. ഈ സൈൻ ബോർഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് ക്ലിയറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതേതോ പഴയ കാലത്തുള്ളൊരു ബോട്ടാണ്, പായ്ക്കപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിവിടെ പുരാവസ്തുവായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ അതിൻ്റെ അടുത്ത് നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാം. ഞാനിവിടെ നേരത്തെ ദേരയിൽ ഒരു ദർഗത്തിന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതൊരു പുതിയൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. കാണാത്തവർക്ക് നമ്മുടെ ചാനലിലുണ്ടാവും, ഒന്ന് കണ്ടു നോക്കിയാൽ നന്നായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് നമ്മുടെ അക്കോമഡേഷനിലോട്ട് പോകുന്നതാണ് ഇത് കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് കണ്ട ഒരു ഡബിൾ ഡെക്കർ ബസ്. ഇത് ടൂറിസത്തിന് വേണ്ടിയിട്ട് ദുബായ് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ബസ്സാണ് കേട്ടോ. കാര്യം അതിന് ഒരു ദിവസം എനിക്ക് തോന്നുന്നു അത് മുഴുവൻ കറങ്ങി കാണാൻ വേണ്ടിയിട്ട് 35 ദിർഹം തോന്നുന്നു. താമസിക്കാതെ ഒരു ദിവസം നമുക്ക് അതിനെയും എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ദുബായിനെ കുറിച്ച് നമുക്ക് കൂടുതൽ നമുക്ക് കാണാം.